2025 ഇന്ത്യൻ ഓസ്കർ പ്രതീക്ഷ അനൂജയ്ക്ക് പുരസ്കാരമില്ല. ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിലാണ് നോമിനേഷൻ ലഭിച്ചിരുന്നത്. ഗുനീത് മോംഗയും പ്രിയങ്ക ചോപ്രയും ചേർന്ന് നിർമ്മിച്ച ഈ ഷോർട്ട് ഫിലിം ആദം ജെ ഗ്രേവ്സ് ആണ് സംവിധാനം ചെയ്തത്. വസ്ത്രവ്യാപാര മേഖലയിലെ ബാലവേലയെപ്പറ്റി പറയുന്ന അനൂജ ഇതുവരെ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഡച്ച് ഫിലിമായ ആം നോട്ട് എ റോബോട്ടാണ് ഈ വിഭാഗത്തിൽ വിജയിച്ച ഷോർട്ട് ഫിലിം. അനൂജയെ കൂടാതെ ഏലിയൻ, ദ ലാസ്റ്റ് റേഞ്ചർ, ദ മാൻ ഹു കുഡ് നോട്ട് റിമെയിൻ സൈലന്റ് എന്നീ ചിത്രങ്ങളെ പിന്തള്ളിയാണ് ആം നോട്ട് എ റോബോട്ട് വിജയിയായത്. ഹോളി ഷോർട്സ് ഫിലിം ഫെസ്റ്റിവൽ, ന്യൂയോർക്ക് ഷോർട്സ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, മോൺക്ലെയർ ഫിലിം ഫെസ്റ്റിവൽ എന്നീ ചലച്ചിത്രമേളകളിൽ അംഗീകാരം ലഭിച്ചതിനു ശേഷമാണ് ഓസ്കാർ നോമിനേഷൻ അനൂജയ്ക്ക് കിട്ടുന്നത്. 2 തവണ ഓസ്കാർ നേടിയ ഗുനീത് മോംഗയുടെ ഹാട്രിക് നേട്ടമാവും ഇതെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. 2023 ദി എലിഫന്റ് വിസ്പേഴ്സ്, പീരിയഡ് എൻഡ് ഓഫ് ദി സൈലൻസ് എന്നിവയായിരുന്നു നേരത്തെ ഗുനീത് മോംഗയ്ക്ക് ഓസ്കാർ നേടിക്കൊടുത്തത്. മൈൻ കാലിങ്ങിന്റെയും പ്രിയങ്ക ചോപ്രയുടെയും ഒക്കെ പിന്തുണയുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ചിത്രം വിജയിക്കുമെന്ന് ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു. മാത്രമല്ല, എങ്ങനെ ഓസ്കാർ നേടിയെടുക്കാമെന്നറിയാവുന്ന ഗുനീത് മോംഗ കൂടിയുള്ളപ്പോൾ അനുജയ്ക്ക് തന്നെയാണ് വിജയമെന്നാണ് കരുതിയിരുന്നത്. ഈ വർഷം 2 ഇന്ത്യൻ പേരുകളുള്ള ചിത്രങ്ങൾക്കായിരുന്നു ഓസ്കാർ നോമിനേഷൻ കിട്ടിയിരുന്നത്. സ്മൃതിയുടെ ഐ ആം റെഡി വാർഡൻ ബെസ്റ്റ് ഡോക്യുമെന്ററിക്കുള്ള നോമിനേഷൻ ലഭിച്ചിരുന്നു. എന്നാൽ ചിത്രവും ബെസ്റ്റ് ഡോക്യുമെന്ററിക്കുള്ള അവാർഡ് സ്വന്തമാക്കിയില്ല.